ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നീ പോകാറുണ്ടോ അല്ലെങ്കിൽ നീ പോകാറുണ്ടായിരുന്നോ? നീ വിളിക്കാറുണ്ടോ? നീ വിളിക്കാറുണ്ടായിരുന്നോ? നീ പഠിക്കാറുണ്ടോ? നീ പഠിക്കാറുണ്ടായിരുന്നോ? ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, നീ പോകാറുണ്ടോ? നീ പോകാറുണ്ടോ? എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഡു യു ഗോ എന്നാണ് പറയാം കേട്ടോ. ഡു യു ഗോ, നീ പോകാറുണ്ടോ? ഡു യു കോൾ, നീ വിളിക്കാറുണ്ടോ? ഡു യു കോൾ, നീ വിളിക്കാറുണ്ടോ? ഡു യു ലേൺ ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? എങ്ങനെ ചോദിക്കാം? ഡു യു ലേൺ ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടോ? ഡു യു റീഡ് ന്യൂസ് പേപ്പർ, നീ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ ഇതിന് അർത്ഥങ്ങൾ വരാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഡു യു വെച്ചിട്ട് ചോദിക്കുമ്പോൾ നീ ചെയ്യുന്നുണ്ടോ, നീ പോകുന്നുണ്ടോ, നീ വരുന്നുണ്ടോ, ഇങ്ങനെ അർത്ഥം കിട്ടും കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഡു യു ഗോ, നീ പോകുന്നുണ്ടോ? ഡു യു റീഡ്, നീ വായിക്കുന്നുണ്ടോ? ഡു യു സ്റ്റഡി, നീ പഠിക്കുന്നുണ്ടോ? ഡു യു കം, നീ വരുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ മീനിങ് വരും കേട്ടോ. നമുക്ക് ഓരോ സെൻറ്റൻസിന് വ്യത്യസ്ത രീതിയിൽ മീനിങ്ങൾ വരുന്നതാണ്, അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നീ ചെയ്യാറുണ്ടായിരുന്നോ, നീ പോകാറുണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ പറയാറുണ്ടല്ലേ. രണ്ട് സെൻറ്റൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. നീ ചെയ്യാറുണ്ടായിരുന്നോ, നീ പോകാറുണ്ടായിരുന്നോ. ഇതെന്താണ്? ഒരു ശീലങ്ങളാണല്ലേ. നിനക്കവിടെ പോകുന്ന ശീലം ഉണ്ടായിരുന്നോ? നിനക്കത് ചെയ്യുന്ന ശീലം ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ നിനക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്ന ശീലം ഉണ്ടായിരുന്നോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. നീ ചെയ്യാറുണ്ടായിരുന്നോ എന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്കിതുപോലെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ പറയാവുന്നതാണ്. എങ്ങനെ പറയാം? ഈ ഡു യുക്ക് പകരം നമ്മൾ ഡിഡ് ഉപയോഗിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. സോ ഫസ്റ്റ്, നീ പോകാറുണ്ടായിരുന്നോ എങ്ങനെ ചോദിക്കാം? ഡിഡ് യു യൂസ് ടു ഗോ, നീ പോകാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ്, നീ ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ് കേട്ടോ. അതായത് നിനക്ക് അത് ചെയ്യുന്ന ശീലമുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു ഗോ, നീ പോകാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു ഗോ ദർ, നീ അവിടെ പോകാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു ഗോ ടു ചർച്ച്, നീ പള്ളിയിൽ പോകാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു വിസിറ്റ് ദം, നീ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു വിസിറ്റ് ദം, നീ അവരെ സന്ദർശിക്കാറുണ്ടായിരുന്നോ? നീ അവനെ വിളിക്കാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു കോൾ ഹിം, നീ അവനെ വിളിക്കാറുണ്ടായിരുന്നോ? അപ്പോൾ ഡിഡ് യു യൂസ് എന്ന് വെച്ചാൽ നീ ചെയ്യാറുണ്ടായിരുന്നോ എന്നാട്ടോ. എന്ന് വെച്ചാൽ നിനക്ക് ചെയ്യുന്ന ശീലമുണ്ടായിരുന്നോ, മുമ്പ് നിനക്ക് ആ ശീലമുണ്ടായിരുന്നോ എന്നാണ് കേട്ടോ. ഡിഡ് യു യൂസ് ടു ഇൻവൈറ്റ് ദം, നീ അവരെ ക്ഷണിക്കാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു ഇൻവൈറ്റ് ദം, നീ അവരെ ക്ഷണിക്കാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു സ്റ്റഡി ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് പഠിക്കാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു സ്റ്റഡി ഇംഗ്ലീഷ്, യു യൂസ് ടു സ്പീക്ക് ഇംഗ്ലീഷ്, നീ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടായിരുന്നോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. നീ ചെയ്യാറുണ്ടായി, നീ പോകാറുണ്ടായി. ഇങ്ങനെ നമുക്ക് ചോദിക്കാം. ഡു യു വെച്ചിട്ട് നമുക്ക് ചോദിക്കാം. ഡു യു പ്ലസ് വെർബിനെ ഫസ്റ്റ് ഫോമിൽ എടുത്തിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിനക്കത് ചെയ്യുന്ന ശീലമുണ്ടായിരുന്നോ എന്ന് വെച്ചാൽ നീ ചെയ്യാറുണ്ടായിരുന്നോ, നീ പോകാറുണ്ടായിരുന്നോ. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ നമ്മൾക്ക് എങ്ങനെ ചോദിക്കാം? ഡിഡ് യു യൂസ് ടു പ്ലസ് വെർബിനെ ഫസ്റ്റ് ഫോമിൽ എടുത്തിട്ട് ചോദിക്കാവുന്ന കേട്ടോ. ഡിഡ് യു യൂസ് എന്ന് വെച്ചാൽ നീ ചെയ്യാറുണ്ടായിരുന്നോ, നിനക്ക് ആ ചെയ്യുന്ന ശീലമുണ്ടായിരുന്നോ എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്ന് ചെറിയൊരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. താങ്ക് യു.